കൈങ്ങോട്ട് നീട്ടി പൊള്ളു. സൂപ്പർ. അടിപൊളിയാ. അടിപൊളിയാ. എങ്ങനെ രസം പറയാമോ? പറഞ്ഞേ. ഞാൻ ഈ ചട്ടിയിൽ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ടു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടിച്ചത് കുറച്ച് വറുത്ത് പൊടിച്ചത് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വറുത്ത്. എന്നിട്ട് പുളി വെള്ളത്തിട്ട് കഴുകി വെള്ളത്തിട്ട് കൊതുത്ത് വെച്ചിരിക്കുമായിരുന്നു. ആ വെള്ളവും പുളിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് എന്നിട്ട് നന്നായിട്ട് തളച്ചതിന് ശേഷം ഈ മീൻ അങ്ങോട്ട് വാരിയിട്ട്. പക്ഷേ ഇന്നത്തെ അയലക്കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഞാൻ അരിഷൻ്റെ ടേസ്റ്റ് നോക്കാൻ വിളിച്ചത്. സത്യം കേട്ടോ, കൊള്ളാനത്തെ അയലക്കറി. അയലക്കറിയും ചപ്പാത്തിയും കൂടെ ഒരു പിടിക്കാം. സത്യം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഉണ്ട്, ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ വിളിച്ചത്, അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ. അതിൻ്റെ കഷ്ണം വേണ്ട, കഷ്ണം ജസ്റ്റ് പതുക്കെ നേരത്തെ കാണിച്ചേ. മസാല പിടിച്ചോ, മസാല പിടിച്ചോ നോക്കട്ടെ. കഷ്ണം കാണിക്ക്, ഇളക്കണ്ട പതുക്കെ, പൊടിയല്ലേ. പുളി ഒന്ന് കളയാമെന്ന് വിചാരിച്ചു. ഇതിൽ മസാല പിടിക്കണം. നാളത്തേക്ക് സെറ്റാവും. അതെ, അടച്ചവിടെ വെച്ചോ, ചപ്പാത്തി വറുത്താം.